ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ ഡ്രസ്സസൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതേപോലത്തെ പ്രൈസ് ടാഗുകൾ ഉണ്ടാവുമല്ലോ. ഈ ടാഗുകളോ അതല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പർ ഇതേപോലത്തെ നമ്മുടെ നോട്ട്ബുക്കിൻ്റെയോ ഒക്കെ കവർ പേജ് ഉണ്ടാവുമല്ലോ, ഒന്ന് ജസ്റ്റ് വളയാൻ പറ്റുന്ന ടൈപ്പ് ബുക്കുകൾ പേപ്പർ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബുക്കിൻ്റെ പേജ് കവറാണ് എടുക്കുന്നത്. ഈ ഒരു പ്രൈസ് ടാഗ് നമുക്ക് വേറൊരു സംഭവത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് ഇതാ ഒരു ഹാർട്ട് ഷേപ്പാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഈ ഒരു പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ഭാഗമില്ലേ, അവിടെയാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഈ ഒരു പാറ്റേൺ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു കട്ടിങ് മെത്തേഡ് നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പാറ്റേൺ ഒന്ന് കറക്റ്റാക്കിയും കൂടെ ഞാനൊന്ന് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു പീസ് കട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ കട്ടായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്താൽ മതി. ആദ്യം ആ പീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പാറ്റേൺ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഞാൻ ആ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓരോരോ ഭാഗങ്ങൾ വെച്ചിട്ട് നമ്മളിതേപോലെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടെ വേണം, ഒന്നും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു പീസ് മതിയെങ്കിൽ ഇതേപോലെ തന്നെ മതി. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും, അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാനും കാണുമ്പോൾ ഒന്ന് രസമായിട്ട് തോന്നാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഹാർട്ട് ഷേപ്പ് നമ്മളിതാ ഇതുമേ വെച്ചിട്ട് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ സൈസിലാവണം. അതുകൊണ്ട് തന്നെ ഒരു ഹാർട്ട് വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെയിം ഷേപ്പിൽ തന്നെ വേണം അടുത്ത ഹാർട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഫോം ഷീറ്റിൻ്റെയും കറക്റ്റായിട്ടുള്ളൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരു ഭാഗം മുകളിലത്തെ ഭാഗം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് കേട്ടോ. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ച് മാത്രം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം കുറച്ച് ഗ്ലൂ ഈ രണ്ട് സൈഡുകളിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഹാർട്ടിൻ്റെ ആ കോർണർ ഭാഗങ്ങൾ വരില്ലേ, കോർണറിലോട്ട് വരുന്ന രണ്ട് സൈഡുകളുണ്ടല്ലോ, അവിടെ മാത്രം ഗ്ലൂ ഇട്ട് കൊടുക്കുക. മുകളിലത്തെ ഭാഗത്ത് ഗ്ലൂ ഇട്ട് എടുക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഫോം ഷീറ്റിൻ്റെ ബാക്കിൽ നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, സ്റ്റിക്കറുള്ള ഫോം ഷീറ്റ് ആണെങ്കിൽ ഒരിക്കലും സ്റ്റിക്കർ ഇളക്കി കളയരുത്. അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഉണങ്ങുന്നതിന് മുന്നായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഇറക്കി കൊടുത്തിട്ട് സെൻറ്റർ ഒട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് ആ ഒരു ഗ്യാപ്പ് നമ്മൾ കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബുക്കിൽ വെച്ച് നോക്കാം. ഇതിപ്പോൾ മോൻ്റെ സ്കൂളിലത്തെ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്കൂൾ ബുക്സിലോ നമ്മുടെ ഡയറീസിലോ അല്ലെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുന്ന ഏതെങ്കിലും ബുക്സിലൊക്കെ ബുക്ക് മാർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് മോന് കൊടുത്തപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമായിട്ട് അവന് ഹാപ്പിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൂ കളർ ആയതുകൊണ്ട് വോയിസിൻ്റെ ഒരു കളറും കൂടെയാണല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളൊരു ഗീവ് അവേ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്ര പേർക്ക് അത് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യം ഉണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, എത്ര കുടഞ്ഞാലും ഒന്നും പോവില്ല കേട്ടോ, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ചധികം പേപ്പേഴ്സ് വെച്ചിട്ടായാലും ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ബുക്ക് മാർക്കായിട്ട് നമുക്ക് ഏത് ബുക്കിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എത്ര പേര് ഇൻട്രസ്റ്റഡ് ആണ് എന്നൊന്നും കൂടെ ഒന്ന് പറയണം. കുറച്ചധികം പേരുണ്ടെങ്കിലേ നമുക്ക് ഗീവ് അവേ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് കമൻറ്റ് ചെയ്യുകയോ എത്ര പേര് ഇൻട്രസ്റ്റഡ് ആണെന്ന് കേട്ടോ. അപ്പോൾ എങ്ങനെ എത്രയും വേഗം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജൂലൈയിലോ ഓഗസ്റ്റിലോ നമുക്ക് ഗീവ് അവേ നടത്താം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.